പ്രധാനമായിട്ട് സന്ധികളെ ബാധിക്കുന്ന അസുഖം ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇതിൻ്റെ കാതലായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ സന്ധിവാത രോഗങ്ങളുടെ പൊതുവേ ഉള്ള കാതലായ ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദന തന്നെയാണ്. അത് വേദന എവിടെ വരുന്നു, എങ്ങനെ വരുന്നു, മറ്റ് അവയവങ്ങൾ ഏതൊക്കെ ബാധിക്കുന്നു എന്നീ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും അത് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. ആമവാദത്തിൻ്റെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതും വലുതുമായ സന്ധികളിൽ കയ്യിലെ അതായത് ശരീരത്തിലെ രണ്ട് വശങ്ങളിലുള്ള ചെറുതും വലുതുമായ സന്ധികളിൽ വരുന്ന വേദന, നീർക്കെട്ട്, പ്രത്യേകിച്ചും അതിരാവിലെ ഉണർന്നെണീക്കുമ്പോൾ സന്ധികൾക്ക് വരുന്ന പിടുത്തം, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് നമ്മൾ പറയും. അപ്പോൾ ഈ വേദന, നീർക്കെട്ട്, രാവിലെ എണീക്കുമ്പോഴുള്ള പിടുത്തം തുടങ്ങിയവയാണ് ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഏറ്റവും കാതലായ ലക്ഷണം. സന്ധികളെ മാത്രം പ്രധാനമായിട്ട് ബാധിക്കുന്ന ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം അതൊരു നട്ടെല്ലുവാദമാണ്. കഴുത്ത്, നടു, തോള് തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്ന ഈ അസുഖത്തിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കഠിനമായ വേദന, ചില ജോയിൻറ്റുകൾ വരുന്ന നീർക്കെട്ട്, ഇതൊക്കെയാണ് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസിൻ്റെ രോഗലക്ഷണം. ഇതിന് പുറമേ നമുക്ക് സന്ധികൾക്ക് പുറമേ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസുഖമാണ് നമ്മുടെ SLE എന്ന് പറഞ്ഞ അസുഖം. പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ സ്ത്രീകളിൽ വരുന്ന ഈ അസുഖം ശരീരത്തിലെ ഏതൊരു അവയവത്തെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഒരു സന്ധിവാത രോഗമായിട്ട് ഇതിനെ കണക്കാക്കുമെങ്കിലും പലപ്പോഴും ഇത് സന്ധികളെ ബാധിക്കണമെന്ന് നിർബന്ധമില്ല. കൂടുതലായിട്ടും മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ലക്ഷണങ്ങളായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഉദാഹരണത്തിന് അകാരണമായ മുടികൊഴിച്ചിൽ, വിട്ടുമാറാത്ത പനി, ക്ഷീണം, വായ്ക്കകത്ത് അടിക്കടി ഉണ്ടാകുന്ന പുണ്ണ്, തൊലിപ്പുറത്തുണ്ടാകുന്ന ചുവപ്പ് നിറം, പ്രത്യേകിച്ച് സൂര്യപ്രകാശത്ത് പോകുമ്പോൾ അധികമായി സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്കിന്ന്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇത് ആന്തരിക അവയവങ്ങൾ, പ്രത്യേകിച്ചും കിഡ്നി, പിന്നെ രക്തം, മജ്ജയെ എഫക്റ്റ് ചെയ്യാം, കിഡ്നിയെ എഫക്റ്റ് ചെയ്യാം. കിഡ്നി എഫക്റ്റ് ചെയ്യുന്ന വഴിയിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കൂടാം, യൂറിനിൽ കൂടെ രക്തവും പ്രോട്ടീനും അമിതമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ശരിയായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിൽ വരെ അവസാനിക്കാവുന്നൊരു കണ്ടീഷൻ തന്നെയാണിത്. മജ്ജ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്താണുക്കളുടെ അളവ് കുറയാം. ചുവന്ന രക്താണുക്കളുടെ അളവ് കുറഞ്ഞാൽ അനീമിയ ഉണ്ടാകാം. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇത് തലച്ചോറിനെ, ഞരമ്പുകളെ, ശ്വാസകോശത്തെ തുടങ്ങി ഏതൊരു അവയവത്തെ വേണമെങ്കിലും ബാധിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് SLE എന്ന് പറയുന്നത്. ജോഗൻസ് സിൻഡ്രോം എന്ന അസുഖം SLE പോലെ ഇരിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ഇത് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രന്ഥികളെയാണ്. ഉമിനീർ ഗ്രന്ഥി, കണ്ണുനീർ ഗ്രന്ഥി. ഉമിനീർ ഗ്രന്ഥിക്കും കണ്ണുനീർ ഗ്രന്ഥിക്കും വരുന്ന വീക്കം, ഉമിനീരിന് വരുന്ന വരൾച്ച, ഇതൊക്കെയാണ് ജോഗൻസ് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാൻ പറ്റുന്നത്. ഇഡിയോപ്പതിക് ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള സന്ധിവാത രോഗമുണ്ട്. ഇത് പ്രധാനമായിട്ടും മാംസപേശികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. മാംസപേശികൾക്കെതിരെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി തിരിയുകയും അങ്ങനെ ആ തിരിയുന്നത് വഴി മാംസപേശികൾ നീർക്കെട്ടുണ്ടായി മാംസപേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇതിലും ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്വാസകോശത്തെ അല്ലെങ്കിൽ മറ്റ് ആന്തരികവയവങ്ങളെയൊക്കെ ബാധിക്കാവുന്നതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സന്ധിവാത രോഗമാണ് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള രക്തവാതം തന്നെയാണ് വാസ്കുലൈറ്റിസും. അതിനകത്ത് പല ടൈപ്പ് വാസ്കുലൈറ്റിസ് ഉണ്ട്. ഏത് സൈസുള്ള രക്തക്കുഴലിനെയാണ് ബാധിക്കുന്ന വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ നീർക്കെട്ട് വരുന്ന സന്ധിവാത രോഗങ്ങളെയാണ് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഏത് സൈസിലുള്ള രക്തക്കുഴലിനെയാണ് ബാധിക്കുന്നതനുസരിച്ച് പല തരത്തിലുണ്ട്. ഇതിലും പൊതുവായി SLE പോലെ തന്നെ ശരീരത്തിലെ ഏത് അവയവത്തെയും ബാധിക്കാനും ആ അവയവത്തിന് കൃത്യമായ ചികിത്സ ശരിയായി കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ള അസുഖങ്ങളാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്.